അങ്ങനെ മമ്മി ഗിരിജ ആൻഡ് ടീം മുങ്ങിയിരിക്കുകയാണ്. മമ്മി ഗിരിജയും മകനും മുങ്ങി എന്നാണ് എനിക്ക് കിട്ടുന്ന ഡീറ്റെയിൽസ്. വിഷയം കുറച്ച് എസ്കലേറ്റ് ആയിട്ടുണ്ട്, കുറച്ചധികം എസ്കലേറ്റ് ആയിട്ടുണ്ട്. ഇവരുടെ ഈ ഫെസിലിറ്റിയിൽ നിന്ന് കുട്ടികളെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. വളരെ നല്ല കാര്യം. ഇല്ലെങ്കിൽ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കത് ഭയങ്കര കൺസേൺ ആയിരിക്കും. കാരണം ഇനി അവിടെ പലതരത്തിലുള്ള ഇൻവെസ്റ്റിഗേഷൻസും വരുന്ന സമയത്ത് ഈ ജീവമാതാ കാരുണ്യ ഭവനിൽ കുട്ടികൾക്കും ബാക്കി അവിടുത്തെ ഓൾഡ് ഏജ് ഹോമിലുള്ള അച്ഛന്മാർക്കും അമ്മമാർക്കും ഒക്കെ അതൊരു ഭയങ്കര തലവേദനയായിരിക്കും. പിന്നെ അത് മാത്രമല്ല, അവിടെ നിന്നുള്ള കുറച്ച് വ്യക്തികൾ പറഞ്ഞത് മമ്മി ഗിരിജിയും ടീമും അവിടെ നിന്ന് മുങ്ങിയ സമയത്ത് ജീവമാതാ കാരുണ്യ ഭവനിൽ ഭക്ഷണവും കാര്യങ്ങളും അടക്കം ഒന്നും കിട്ടാത്ത അവസ്ഥയിൽ അവർ സ്ട്രാൻഡഡ് ആയി പോയി എന്നുള്ളൊരു ഇൻഫർമേഷൻ ഉണ്ടായിരുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണേ. അതായത് സാധാരണ രീതിയിൽ ഒരു ഓൾഡ് ഏജ് ഹോമിൽ അല്ലെങ്കിൽ ഒരു ഓർഫനേജിലൊക്കെ അത്യാവശ്യം ഒരു വീക്കിനൊക്കെ ഉള്ള ഭക്ഷണവും കാര്യങ്ങളൊക്കെ കരുതും അല്ലേ, സ്പോൺസേഴ്സ് കൊടുക്കുന്നതൊക്കെ ഉണ്ടാവും അവിടെ. അപ്പോൾ ഇവിടെ പ്രത്യേകിച്ച് ഒന്നും ഇല്ല. അന്നേക്കുള്ളത് അന്നേക്ക് എന്ന് പറഞ്ഞു പോകുന്ന രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിരുന്ന നന്മമരമായിരുന്നു മമ്മി ഗിരിജ. ഇനി ഇതിലധികം ആരും ഡിസ്കസ് ചെയ്യാത്തൊരു പോയിന്റ് ഉണ്ട്. ഓക്കെ, ആ പോയിന്റും കുറച്ച് ചോദ്യങ്ങളുമായിട്ട് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഞാൻ ഈ ഒരു ചോദ്യം ആരും ചോദിച്ചു കണ്ടില്ല. ഒരു പക്ഷേ രാഷ്ട്രീയക്കാരനായതുകൊണ്ടും പിടിപാടുള്ളൊരു നേതാവായതുകൊണ്ടും ഇപ്പം കേരളത്തിൽ ഒരു ഹോണറബിൾ ആയിട്ടുള്ളൊരു പൊസിഷൻ അലങ്കരിക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ടും ആയിരിക്കാം ഈ വ്യക്തിയോട് ആരും ഒരു ചോദ്യവും ചോദിക്കാത്തത്. ഓക്കെ, ഷെഫീന ബീവി അടക്കം ഈ ഒരു പെർട്ടിക്കുലർ കേസിൽ നല്ല രീതിയിലുള്ള ഇൻവോൾവ്മെൻ്റ് ആണ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഒരുപാട് അതർ ചാനൽസ് ഓൾസോ എല്ലാവരും നല്ല രീതിയിൽ ഇൻവോൾവ് ചെയ്ത് കാര്യങ്ങൾ ഇതുവരെ എത്തിച്ചു. ഇനി 24/7 ന്യൂസ് ചാനലുകൾ, സാറ്റലൈറ്റ് ചാനലുകളാണ് ഫർദർ ആയിട്ട് ഈ വിഷയങ്ങൾ ടേക്കപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് വന്നൊരു ന്യൂസ് ഉണ്ട്. ഓക്കെ, ഈ കുട്ടികളെ മാറ്റിയതും റിലേറ്റഡ് ആയിട്ട് ഇവരുടെ ഈ ലൈസൻസിനൊക്കെ പണി കിട്ടും എന്നുള്ളത് തന്നെയാണ് ന്യൂസ് വന്നിട്ടുള്ളത്. ഈ പത്തനംതിട്ട ജില്ലയിലെ ഒരു സ്വകാര്യ അനാഥാലയമുണ്ട്. അവിടുത്തെ ഈ നടത്തിപ്പുകാരുമായി ബന്ധപ്പെട്ട അടുപ്പമുള്ള ഒരാൾ അല്ലെങ്കിൽ അവരുടെ ബന്ധു അവരാണ് ഈ പെൺകുട്ടിയെ വിവാഹം കഴിച്ചത്. വിവാഹം ഒക്ടോബറിലായിരുന്നു പെൺകുട്ടിയുടെ. ആ പെൺകുട്ടി ആ അനാഥാലയത്തിൽ അന്തേവാസിയായിരുന്നു. പക്ഷേ അതിനുശേഷം പിന്നീട് വിവാഹമൊക്കെ കഴിഞ്ഞ മാസം ആദ്യം ഈ കുട്ടി പ്രസവിച്ചു. അതിൽ ചില പരാതികളൊക്കെയും CWCക്കൊക്കെ കിട്ടിയിരുന്നു. ആ പരാതി അന്വേഷിച്ച് CWC ഡോക്ടറുടെ മൊഴിയടക്കം എടുത്ത ശേഷമാണ് അവർ നിഗമനത്തിലേക്ക് എത്തിയത്. അതായത് ഈ പെൺകുട്ടി പ്രസവിച്ചത് അല്ലെങ്കിൽ ഈ ഗർഭിണിയാകുന്നത് പ്രായപൂർത്തി ആകുന്നതിന് മുൻപ് എന്നൊരു നിഗമനത്തിലേക്ക് എത്തിയത്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ അവരുടെ പരാതി വന്നു. അപ്പോൾ വിവാഹം കഴിച്ചത് പക്ഷേ 18 ശേഷമാണെങ്കിൽ പോലും ഗർഭിണിയായത് പ്രായപൂർത്തിയാകുന്നതിന് മുൻപ് എന്നുള്ള ഒരു ഡോക്ടറുടെ മൊഴിയടക്കം വന്നു. അതനുസരിച്ചായിരുന്നു അടൂർ പോലീസ് ഒരു FIR രജിസ്റ്റർ ചെയ്തത്. പോക്സോ കേസിൽ ആരെയും പ്രതി ചേർത്തിട്ടില്ല, ഇപ്പോഴും പ്രതി ചേർത്തിട്ടില്ല. പക്ഷേ ഈ പരാതിന്മേൽ ഒരു പോക്സോ കേസ് എടുത്തിരുന്നു. ആ തുടർ നടപടി മുന്നോട്ട് പോവുകയാണ്. അപ്പോഴാണ് CWCയുടെ അടുത്ത റിപ്പോർട്ട് എത്തിയത്. ആ റിപ്പോർട്ട് കൂടി പരിഗണിച്ചാണ് ഈ അനാഥാലയത്തിൽ ആദ്യ നടപടി എന്ന രീതിയിൽ അവിടെ ഇപ്പോൾ അന്തേവാസികളായ പെൺകുട്ടികളെ മറ്റൊരു കേന്ദ്രത്തിലേക്ക് മാറ്റുക. കാരണം ഇങ്ങനെ ഒരു ആക്ഷേപം വരികയും ഒരു പോക്സോ കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തെങ്കിൽ മറ്റുള്ള ആളുകളുടെ സുരക്ഷിതത്വം കൂടി CWCക്ക് കാണേണ്ടതുണ്ട്. അതുകൊണ്ട് അവരുടെ ആ സുരക്ഷ കൂടി പരിഗണിച്ച് തൽക്കാലത്തേക്ക് ഇവരെ മറ്റൊരു CWC തന്നെ സംരക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റാനാണ് തീരുമാനമായിരിക്കുന്നത്. മാത്രമല്ല ഈ പോക്സോ കേസിൽ പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടേ ഉള്ളൂ. ആരെങ്കിലും പ്രതി ചേർത്ത് ഇതിൽ ശക്തമായ നടപടിയിലേക്ക് പോവുകയാണ് എങ്കിൽ ഈ കേന്ദ്രത്തിന്റെ അംഗീകാരം ഉൾപ്പെടെ റദ്ദാക്കുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും നിലവിൽ ഇപ്പോൾ ആ അനാഥാലയത്തിലുള്ള മറ്റു കുട്ടികളെയും ഈ കേസ് വന്ന പശ്ചാത്തലത്തിൽ സുരക്ഷിതമായി തന്നെ CWCയുടെ സംരക്ഷണയിലേക്ക് മാറ്റാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണെങ്കിലും കുട്ടികളെ മാറ്റിയിട്ടുണ്ട്. ഇനി അവിടെയുള്ള അച്ഛനമ്മമാർ, ഓൾഡ് ഏജ് ഹോമിലുള്ള അച്ഛനമ്മമാരെയും കൂടി മാറ്റണം എന്നുള്ളതാണ് എൻ്റെ ഒരു റിക്വസ്റ്റ്. അതോ ഇനി മാറ്റിയോ എന്നുള്ളതിനെ കുറിച്ചൊരു ക്ലാരിറ്റി ഇല്ല. മിക്കവാറും മാറ്റിയിരിക്കുകയാണ്, മാറ്റാതിരിക്കുകയൊന്നുമില്ല. കാരണം മാറ്റിയേ പറ്റൂ. ഇനി ഞാനിവിടെ നിങ്ങൾക്കൊരു ഫോട്ടോ കാണിച്ചു തരാം. ഓക്കെ, രാഷ്ട്രീയമൊക്കെ നന്നായിട്ട് നോക്കുന്ന ആളുകൾ ചിറ്റയം ഗോപകുമാറിനെ അറിയാതിരിക്കുകയൊന്നുമില്ല. ചിറ്റയം ഗോപകുമാറാണ് ഇപ്പം കറൻ്റ്ലി കേരളത്തിൻ്റെ ഡെപ്യൂട്ടി സ്പീക്കർ. ഓക്കെ, നമ്മുടെ ഡെപ്യൂട്ടി സ്പീക്കറാണ് ചിറ്റയം ഗോപകുമാർ. ഈ ചിറ്റയം ഗോപകുമാർ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആണ്, CPIMൻ്റെ ആളാണ്. അപ്പോൾ ചിറ്റയം ഗോപകുമാറും ഈ ജീവമാതാ കാരുണ്യ ഭവനുമായിട്ട് എന്ത് ബന്ധം എന്ന് നിങ്ങൾക്ക് തോന്നിക്കാണും അല്ലേ? ഞാനിവിടെ ഒരു വീഡിയോ അടിയിൽ പ്ലേ ചെയ്യുന്നുണ്ട്. ഈ വീഡിയോയിലുള്ളത് ചിറ്റയമാണ്. ഓക്കെ, അവിടെ ഒരു കുട്ടിയുടെ കല്യാണം നടന്ന സമയത്ത് ചിറ്റയം ഗോപകുമാർ അവിടെ പോയി കല്യാണത്തിൻ്റെ കാര്യങ്ങളിലൊക്കെ നിന്നതിൻ്റെ വിഷ്വൽസാണിത്. ഈ ജീവമാതാ കാരുണ്യ ഭവനിൽ നടക്കുന്ന
എല്ലാ ഇങ്ങനത്തെ മേജർ ഇവൻറ്റുകളിലും ഇയാളുടെ പ്രസൻസ് ഭയങ്കരമായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എനിക്കൊരു ചോദ്യം, ഇപ്പോൾ ഈ സ്ഥാപനത്തിനെതിരെ ഇത്രയും വലിയൊരു കേസ് വന്നു, വിഷയങ്ങളുണ്ടായി, നാട്ടുകാരുടെയും അവിടെ താമസിച്ച് പോയവരുടെയും അവിടെ ജോലി ചെയ്തവരുടെയും ഒക്കെ ആയിട്ട് ഒരുപാട് പേരുടെ തുറന്നു പറച്ചിലുകൾ വന്നു. ഇതിൽ ബഹുമാനപ്പെട്ട ഡെപ്യൂട്ടി സ്പീക്കറായ ചിറ്റയം ഗോപകുമാറിന് എന്താണ് പറയാനുള്ളത്? ഞാൻ നിങ്ങളെ ഈ ലേഡി അപ്ലോഡ് ചെയ്ത പല വീഡിയോയിലും കണ്ടിട്ടുണ്ട്. ഓക്കെ, ഇന്നേക്ക് ഈ ദിവസം വരെ ഈ ലേഡി മകനും അടക്കം ഒളിവ് പോയ ദിവസം വരെ നിങ്ങൾ ഒന്നും പറഞ്ഞ് കണ്ടില്ല. ബട്ട് വൈ? ഞാൻ അവിടെ നടന്നൊരു കല്യാണത്തിന് ഈ ചിറ്റയം സംസാരിക്കുന്നതിൻ്റെ ഒരു വിഷ്വലൂടെ ഞാനിവിടെ പ്ലേ ചെയ്യാം. ഇനി മുന്നോട്ടുള്ള കാലം വളരെ സ്നേഹത്തോടെയും സന്തോഷത്തോടെയും പരസ്പരം സഹിച്ചും ക്ഷമിച്ചും പരസ്പര വിശ്വാസത്തോടെ മുന്നോട്ട് പോയി ജീവിതാവസാനം വരെ ഒരുമിച്ച് എല്ലാവിധ ഐശ്വര്യത്തോടും കൂടി കഴിയാൻ ഇടയാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് അവർക്ക് പ്രത്യേകമായ ആശംസ ഞാൻ ഈ അവസരത്തിൽ രേഖപ്പെടുത്തുന്നു. ഓക്കെ, ചിറ്റയം തന്നെയാണല്ലോ, AI വേർഷൻ ആണെന്നൊന്നും ആരും പറയുന്നില്ലല്ലോ അല്ലേ? ഇപ്പം ഡെപ്യൂട്ടി സ്പീക്കർ ഇദ്ദേഹം ഈ സ്ഥാപനവുമായിട്ട് വളരെയധികം ക്ലോസ് റിലേഷനുള്ളൊരു വ്യക്തിയാണ്. ഈ കേസ് വന്ന ഈ പെൺകുട്ടി, ഓക്കെ, ഈ പെൺകുട്ടിയും ഈ മമ്മി ഗിരിജയുടെ മകനുമായിട്ടുള്ള കല്യാണത്തിനും ചിറ്റയം വന്നിട്ടുണ്ട്. ചിറ്റയം ഗോപകുമാർ അവിടെ സ്ഥലത്തുണ്ട്. ചിറ്റയം ഗോപകുമാർ സംസാരിക്കുന്നത് നമുക്കൊന്ന് കേൾക്കാം. നമസ്കാരം. തീർച്ചയായിട്ടും ഇവിടെ ജീവമാതാ കാരുണ്യ ഭവനിലെ ഉദയഗിരിജയുടെ മകനും ഇവിടെ തന്നെ വളർന്ന മകളെപ്പോലെ വളർത്തിയ അനാമികയുടെയും വിവാഹമാണ്. അതുകൊണ്ടാണ് ഞാൻ കൃത്യമായിട്ട് ഇവിടെ എത്തിയത്. ഇന്ന് സ്ഥലത്തുണ്ടായിരുന്നു. ഇതിനുവേണ്ടി കാര്യം നേരത്തെ തന്നെ കല്യാണം എന്നോട് പറഞ്ഞിരുന്നു. ഞാനിവിടെ വന്നപ്പോൾ നേരത്തെ തന്നെ എൻ്റെയും കൂടെ സമയം നോക്കിയിട്ടാണ് ഇന്ന് ഇവർ മുഹൂർത്തം തന്നെ നിശ്ചയിച്ചത്. അതുകൊണ്ട് ഞാൻ ഇന്ന് വേറെ ഒരു പരിപാടി എടുത്തില്ല. ഇത് കഴിഞ്ഞിട്ടേ ബാക്കി പരിപാടിയുള്ളൂ. അതുകൊണ്ട് കൃത്യസമയത്ത് തന്നെ ഇവിടെ എത്തി. തീർച്ചയായിട്ടും ഏറ്റവും സന്തോഷം നിറഞ്ഞൊരു ദിനമാണ് ഇന്ന്. കാരണം ഉദയഗിരിജ തന്നെ ഒരു ത്യാഗത്തിൻ്റെ പ്രതീകമാണ്. അതെ, ഉദയഗിരിജ ത്യാഗത്തിൻ്റെ പ്രതീകമാണ് എന്നുള്ളത് ഇപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് പൊതുസമൂഹത്തിന് എന്താണെങ്കിലും മനസ്സിലായി. സാറിന് മാത്രമാണ് അത് മനസ്സിലാക്കാത്തതെന്നാണ് എനിക്ക് തോന്നുന്നത്. സാർ ഇത് മനസ്സിലായിരുന്നെങ്കിൽ പബ്ലിക്കായിട്ട് സാറിൻ്റെ തന്നെ സോഷ്യൽ മീഡിയ വഴി ഞാൻ ഈ സ്ഥാപനത്തിനായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നൊരു വ്യക്തിയാണ്, എനിക്കിതിനെക്കുറിച്ചൊന്നും അറിവുണ്ടായിരുന്നില്ല എന്നൊക്കെ നിങ്ങൾ പറയുമായിരുന്നു. നിങ്ങളൊന്നും മിണ്ടുന്നില്ല. നിങ്ങൾ തന്നെ ത്യാഗത്തിൻ്റെ പ്രതീകമാണ് എന്ന് പറഞ്ഞ് എടുത്തു വെച്ച ഉദയഗിരിജ തന്നെ ഈ കല്യാണത്തിന് നിങ്ങളുടെ സമയം നോക്കി കല്യാണം നിശ്ചയിച്ച ഉദയഗിരിജ, ആ കല്യാണം കഴിച്ച പെൺകുട്ടിയുടെ കേസ്. ഓക്കെ, അപ്പോൾ സാർ ഇതിലൊന്ന് ഇടപെടണ്ടേ? സാർ ഇതിന് മുന്നേ അവിടെയുള്ള പല വിഷയങ്ങളിലും ഇടപെട്ടതൊക്കെ ആയിട്ട് എനിക്കറിയാം. ഓക്കെ, സാർ ഈ ഒരു വിഷയത്തിൽ കൂടി ഇടപെടാതെ പോകരുത്. വളരെ തൻ്റെ ഭർത്താവിൻ്റെ വേർപാടിന് ശേഷം ആ 2 കുട്ടികളെയും വളർത്തി, അതുപോലെ തന്നെ സമൂഹത്തിലെ ഒരുപാട് കുട്ടികളെ ദത്തെടുത്ത് സ്വന്തം മക്കളെ പോലെ വളർത്തി വലുതാക്കി. അനാഥരായിട്ടുള്ള നിരവധി ആളുകൾ അവർക്ക് അനാഥരല്ല എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ ഉദയഗിരിജയ്ക്ക് ആയി എന്നുള്ളതാണ് ഏറെ സന്തോഷം. ഒരുപാട് ചെറുപ്പക്കാർ സത്യം പറഞ്ഞ ഒരു മേഖലയിൽ കടന്നു വന്നല്ലേ? തീർച്ചയായിട്ടും ഒരുപാട് പേര് ഈ മേഖലയിൽ കടന്നു വരുന്നുണ്ട്. മാത്രമല്ല നമ്മുടെ സമൂഹത്തിൽ ഈ സ്വന്തം മക്കളെ മാതാപിതാക്കളെ ഉപേക്ഷിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോൾ ഉള്ളത്. ആ കാലഘട്ടത്തിൽ മാതാപിതാക്കൾ മക്കളെ ഉപേക്ഷിക്കും, അങ്ങനെയുണ്ട്. ഇന്നിപ്പോൾ ഇവിടെ വിവാഹം കഴിച്ച കുട്ടി അനാമിക മാതാപിതാക്കൾ ഉപേക്ഷിക്കപ്പെട്ട കുട്ടിയാണ്. പിതാവ് ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്, പക്ഷേ തിരിഞ്ഞു നോക്കുന്നില്ല. അപ്പം നല്ല കുട്ടിയാണ്, മിടുക്കിയാണ്. അതെ, നല്ല കുട്ടിയാണ്, മിടുക്കിയാണ്. അതിനൊന്നും ഒരു പ്രശ്നവുമില്ല. നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ സൊസൈറ്റി അതിനെ അപ്രിഷ്യേറ്റ് ചെയ്യും. ചിറ്റയം സാറ് ഫേസ്ബുക്കിലുള്ള പോസ്റ്റാണ് ഏപ്രിൽ 14 ഏഴംകുളം തേപ്പുപാറ ജീവമാത കാരുണ്യ ഭവൻ കെട്ടിട നിർമ്മാണ പദ്ധതിയുടെ ഭാഗമായുള്ള സമ്മാന കൂപ്പൻ്റെ നറുക്കെടുപ്പ് ഉദ്ഘാടനം ചെയ്യുന്നു. ഓക്കെ, ഒരു പോസ്റ്റ് ഉണ്ട്. ഏവർക്കും സ്വാഗതം ജീവമാതാ കാരുണ്യ ഭവൻ എന്ന് പറഞ്ഞിട്ട് അങ്ങയുടെ ഫോട്ടോ ഒക്കെ വെച്ചിട്ടാണ് സമ്മാന പദ്ധതി നറുക്കെടുപ്പ്. ഓക്കെ, പ്രിയ മിത്രമേ, ജീവമാതാ കാരുണ്യ ഭവൻ പുതിയതായി അന്നദാന പന്തൽ
പ്രാർത്ഥനാ ഹാൾ എന്നിവ നിർമ്മിക്കുന്നതിൻ്റെ ധനശേഖരണാർത്ഥം ഒരു സമ്മാന പദ്ധതി നടത്തിയിരുന്നു. ആയതിനാൽ സമ്മാന പദ്ധതിയുടെ നറുക്കെടുപ്പ് 2025 ഏപ്രിൽ 14 വിഷുദിനം ഉച്ചയ്ക്ക് 2 മണിക്ക് ജീവമാതാ കാരുണ്യ ഭവൻ അങ്കണത്തിൽ വെച്ച് നടത്തുകയാണ്. 1-ാം സ്ഥാനം ഒരു സ്കൂട്ടർ, 2-ാം സ്ഥാനം ഒരു ടെലിവിഷൻ, 3-ാം സ്ഥാനം ഒരു മിക്സി എന്നിവയാണ്. ബഹുമാനപ്പെട്ട കേരള നിയമസഭാ സ്പീക്കർ ശ്രീ ചിറ്റയം ഗോപകുമാർ അവറുകളാണ് നറുക്കെടുപ്പ് ഉദ്ഘാടനം നിർവഹിക്കുന്നത്. പ്രസ്തുത ചടങ്ങിൽ പങ്കെടുക്കുവാൻ ഏവരെയും സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. സ്നേഹം. ഇങ്ങനെയുള്ള പദ്ധതികളൊക്കെ അവിടെ നടപ്പാക്കിയ സമയത്ത് അങ്ങ് തന്നെയാണ് മുൻകൈയെടുത്ത് ഈ കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുള്ളത്. ജീവമാതാ കാരുണ്യ ഭവൻ ഇവിടെ പ്രവർത്തനം ആരംഭിച്ചിട്ട് 10 വർഷത്തിലധികമായി. ആരുമില്ലാത്ത കുട്ടികളെ സംരക്ഷിക്കുന്ന ഒരു സ്ഥാപനം കൂടിയാണ്. വളരെ ത്യാഗപൂർവമായിട്ടാണ് ഈ സ്ഥാപനം നടത്തിക്കൊണ്ടുപോകുന്നത്. ഉദയഗിരിജയുടെ നേതൃത്വത്തിൽ തൻ്റെ മക്കളാണ് എന്ന ആ ഒരു ചിന്തയിൽ മക്കളെപ്പോലെ തന്നെ സ്നേഹിച്ച് അവരെ വളർത്തി വലുതാക്കി അവർക്ക് വിദ്യാഭ്യാസം കൊടുത്ത് അവർക്ക് ആരോഗ്യ സംരക്ഷണം കൊടുത്ത് ഏറ്റവും നല്ല നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന സ്ഥാപനമാണ് ജീവമാതാ കാരുണ്യ ഭവൻ. ആ ജീവമാതാ കാരുണ്യ ഭവന്റെ പ്രാർത്ഥനാ മണ്ഡപവും അതിൽ അന്നദാന ഹാളും വിപുലീകരിക്കുന്നതിനാവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുകയാണ്. അതിനു വേണ്ടിയിട്ട് എല്ലാവരുടെയും സഹായം ഉണ്ടാവണം. എല്ലാം നന്മയും നേരുന്നു. നന്ദി, നമസ്കാരം. ഇതിനൊക്കെ ചുറ്റിപ്പറ്റി പല കോൺട്രവേഴ്സീസും കേൾക്കുന്നുണ്ട്. അതിലേക്കൊന്നും ഇപ്പോൾ തൽക്കാലം പോകണ്ട. ഓക്കെ, ഇത്ര ഡീറ്റെയിൽ ആയിട്ട് ഇൻ ഡെപ്ത് ഈ സ്ഥാപനത്തിനെ കുറിച്ച് ഓരോ കാര്യങ്ങളും അറിയുന്ന, ഈ സ്ഥാപനത്തിൻ്റെ ഓരോ വിഷയങ്ങളിലും ഇടപെടുന്ന, ഈ സ്ഥാപനത്തിൻ്റെ പൊളിറ്റിക്കൽ ഫേസ് ആയിട്ടുള്ള കേരളത്തിൻ്റെ ഡെപ്യൂട്ടി സ്പീക്കറായിട്ടുള്ള ചിറ്റയം സർ, നിങ്ങളിതിൽ കൃത്യമായി പൊതുജനങ്ങളെ അഡ്രസ്സ് ചെയ്യണം. ഞാൻ പറയുമ്പോൾ നിങ്ങളെ വിശ്വാസ്യതയിൽ കൂടിയാണ് ഈ ഒരു സ്ഥാപനം വളർന്നിട്ടുള്ളത്. മനസ്സിലായോ? നിങ്ങളുടെ പൊളിറ്റിക്കൽ ഇമേജിലൂടെയാണ് ഈ സ്ഥാപനം വളർന്നിട്ടുള്ളത്. സോ ആ സ്ഥാപനത്തിൽ ഇത്രയും വലിയ പ്രശ്നങ്ങൾ നടക്കുന്ന സമയത്ത് അതിൽ പ്രതികരിക്കുക എന്നുള്ളത് നിങ്ങളുടെ കടമയാണ്. എനിക്കറിയാം, ഞാനിവിടെ ഈ സ്ഥാപനം തുടങ്ങിയ നാൾ മുതൽ ഞാനിവിടെ വരികയും ഈ സ്ഥാപനത്തിൻ്റെ തറക്കല്ലിട്ടത് ഞാൻ തന്നെയാണ്. മാത്രമല്ല, ഇതിന് വസ്തു സൗജന്യം കിട്ടിയപ്പോൾ പ്രമാണം ഏറ്റുവാങ്ങി കൊടുത്തത് ഞാൻ തന്നെയാണ്. വളരെ ത്യാഗത്തോടുകൂടി, വളരെ ഊർജ്ജസ്വലതയോടുകൂടി സ്വന്തം മക്കളെയും സ്വന്തം മാതാപിതാക്കളെയും നോക്കുന്ന പോലെയാണ് ഇവിടെ ഉദയഗിരിജ, ഇവിടെയുള്ള അന്തേവാസികളെ നോക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ മനോഹരമായിട്ടുള്ള സുദിനം ഏറ്റവും സന്തോഷകരമാണ്. ഇന്ന് വിവാഹിതരായിട്ടുള്ള 2 പേരും, വിഷ്ണുവും അനാമികയും, തീർച്ചയായും അവർക്ക് അവരുടെ ഭാവി ശോഭനമാക്കാൻ സന്തോഷപ്രദമായി മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് തന്നെയാണ് ഇന്ന് ഈ ചടങ്ങിൽ പങ്കെടുത്തത്. എല്ലാ ആശംസയും അവർക്ക് 2 പേർക്കും നേരുന്നു. ഈ സ്ഥാപനത്തിൻ്റെ സ്ഥലം, ഇതിൻ്റെ കല്ലിടൽ, ഇതിൻ്റെ ഓരോ പരിപാടികളിലും ഇൻവോൾവ് ആയ കേരളത്തിൻ്റെ ബഹുമാന്യനായ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ സാർ, നിങ്ങൾ നിങ്ങളുടെ ചുറ്റുപാടും നടക്കുന്ന കാര്യങ്ങളൊന്നും അറിഞ്ഞില്ലേ? ഒറ്റ ചോദ്യം, അറിഞ്ഞില്ലേ? നിങ്ങളല്ലാതെ ഇത് ആരറിയാൻ? നിങ്ങളാണ് അറിയേണ്ടത്. നിങ്ങൾ തന്നെ വീഡിയോയിൽ ക്ലെയിം ചെയ്യുന്നു നിങ്ങളാണ് ഏറെക്കുറെ ഇതിൻ്റെ ആദ്യം മുതൽ ഒപ്പമുണ്ടായിരുന്ന വ്യക്തി എന്നുള്ളത്. ഏറ്റവും പുണ്യവതിയും ത്യാഗിനിയുമായ മമ്മി ഗിരിജ ചെയ്തു കൂട്ടിയ കാര്യങ്ങളൊക്കെ പൊതുജനങ്ങളുടെ മുന്നിലേക്ക് ഓരോന്നോരോന്നായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് സാർ. അവരുടെ മകൻ ഇപ്പോൾ കല്യാണം കഴിച്ച കുട്ടിയോട് 18 വയസ്സിന് താഴെയുള്ള സമയത്ത് ഈ സ്ഥാപനത്തിൽ ആ കുട്ടി ഉള്ള സമയത്ത് ചെയ്ത കാര്യങ്ങളാണ് സാർ CWC റിപ്പോർട്ടായിട്ട് കൊടുത്തിട്ടുള്ളത്. കേരളത്തിൻ്റെ എത്രയോ ആദരണീയനായ ബഹുമാനപ്പെട്ട ഡെപ്യൂട്ടി സ്പീക്കർക്ക് ഇപ്പോൾ ഒന്നും പറയാനില്ലേ സാർ? സാറ് പറയണം. സാർ ഉത്തരം പറഞ്ഞേ പറ്റൂ. പിന്നെ വർഷയുണ്ട് മോൾ, ആ കൊച്ചിന്റെ കാര്യം എനിക്ക് അറിയത്തില്ല. അതിനെപ്പറ്റി പേഴ്സണൽ എനിക്കൊന്നും അറിയത്തില്ല. 23-24 വയസ്സെങ്ങാണ്ടുള്ള കൊച്ചിന് അത് അങ്ങനെ മോശമായിട്ടുള്ള ഇതൊന്നും നമ്മൾ കേട്ടില്ല. പക്ഷെ ഈ അമ്മയും പോലും ആൾ ശരിയല്ല. ഇതിന്റെ ഇടയിൽ സുനിൽ എന്ന് പറയുന്ന ഒരാള് കൂടെ ആള് തോന്നില്ല. ഇവരന്ന് അവൻ പറഞ്ഞു വർഷേ, അതായത് ഈ അമ്പിളിയുടെ മോളെ വർഷേ സുനിലിനെ കെട്ടിച്ചു കൊടുക്കണം. ഇവരെല്ലാവരും സുനിൽ എല്ലാവരോടും പറയുന്നു ഞാൻ അമ്പിളിയുടെ കൂടെ ആയിരുന്നു നടക്കുന്നത്. പിന്നെ എല്ലാ രീതിയിലും ഫിസിക്കലി മെന്റലി എല്ലാ രീതിയിലും അവര് ഒന്നായിരുന്നു. അവന് ഒരു 10-33 വയസ്സെങ്ങനെ കാണൂ. ഈ സുനിലിന് 34 വയസ്സ്, അതിൽ കൂടുതൽ കാണത്തില്ലായിരിക്കും. ഇപ്പം ഇവരെ ഒരുമിച്ചായിരുന്നു എല്ലായിടത്തും പോകുന്നതും എല്ലാ രീതിയിലും അവർ ഒരുമിച്ചായിരുന്നു. അന്നേരം ഈ സുനിൽ എല്ലാവരോടും പറഞ്ഞു നടക്കുമായിരുന്നു
ഞാൻ ഈ വർഷം കല്യാണം കഴിക്കാൻ പോവാണെന്ന് പറഞ്ഞു നടക്കുമായിരുന്നു. ഈ വർഷയ്ക്ക് ഇപ്പോഴത്തെ ഈ കല്യാണം കഴിഞ്ഞ ഹസ്ബൻഡ് അല്ലാതെ അതിന് മുമ്പ് ഒരു എൻഗേജ്മെന്റ് നടന്നായിരുന്നു. ഇവരുടെ റിലേറ്റീവ് തന്നെ ഇവരുടെ ചേച്ചിയുടെ മോളുണ്ട്. ചേച്ചിയുടെ മോള്, അതായത് ഇതിനകത്ത് ഈ വീഡിയോ ഒക്കെ പറയുന്നുണ്ട് ഇവരുടെ ചേച്ചിയുടെ കാര്യം. മല്ലികയുടെ മോളുടെ മരുമോന്റെ അനിയനോട്ട് എൻഗേജ്മെന്റ് കഴിഞ്ഞു. ഈ അമ്പളിയുടെ സ്വഭാവം കൊണ്ട് തന്നെയാണ് ആ ചെറുക്കം വേണ്ടാന്ന് പറഞ്ഞ് ഇട്ടിട്ട് പോയതാണ്. എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട് അവരെന്തൊക്കെയോ ഇതേത്തെ പ്രശ്നങ്ങൾ കാരണം വേണ്ടാന്ന് വെച്ച് പോയാണ്. അങ്ങനെ ആ ഫസ്റ്റ് എൻഗേജ്മെന്റിന്റെ സമയത്ത് സുനിലിന് ഭയങ്കര പ്രശ്നമായിരുന്നു. ഈ വർഷേ സുനിലിനെ കെട്ടിച്ചു കൊടുക്കണമെന്നുണ്ട്. അമ്മളിയപ്പം പറഞ്ഞു മോളെ കെട്ടിച്ചു കൊടുക്കില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ ഭയങ്കര പ്രശ്നമായി. അങ്ങനെ അവിടെ തന്നെ ഒരു രമ്യ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയായിട്ട് അവരെ കെട്ടിച്ചു കൊടുക്കാമെന്നൊക്കെ പറഞ്ഞു. ആ കുട്ടിക്ക് 18 വയസ്സുള്ളായിരുന്നു. രമ്യ എന്ന് പറയുന്ന കുട്ടിക്ക് 18 വയസ്സുള്ളായിരുന്നു. അങ്ങനെ ഈ അമ്പളി തന്നെയാണ് കല്യാണം. പെൺകുട്ടിയുടെ വീട്ടുകാർ സമ്മതിച്ചില്ല. അങ്ങനെ ഈ പെൺകുട്ടി ആ പയ്യനും തമ്മിൽ ഒരു ലൈൻ സെറ്റ് ആക്കി കൊടുത്തിട്ട് അവസാനം ആ പെൺകുട്ടിയെ എല്ലാം പറഞ്ഞു ഇവന്റെ കൂടെ ഇറക്കി വിടുകയാണ് ചെയ്തത്. കല്യാണമൊട്ടുമല്ല, ആ കുട്ടി 18 വയസ്സ് കഴിഞ്ഞു കുട്ടിയെ വീട്ടിൽ വിട്ടു ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഇവന്റെ കൂടെ അവൾ ഇറങ്ങിപ്പോയിരുന്നു ഈ സുനിലിന്റെ കൂടെ. കാരണം സുനിലിന്റെ എങ്ങനെയെങ്കിലും അമ്മയ്ക്ക് തലയെ ഒഴിച്ചു വേണമായിരുന്നു. അതിന് വേണ്ടിയിട്ട് രമ്യ അതിനകത്ത് ഇരയാക്കി ചെയ്തേ. രമ്യക്ക് ഇപ്പൊ എനിക്ക് തോന്നുന്നു 22-23 വയസ്സെങ്ങാണ്, 22-23 വയസ്സ് കാണുമായിരിക്കും. ആ കുട്ടിക്ക് ഇപ്പൊ 2 കുട്ടികളുണ്ട്. ഈ സുനിലെന്ന് പറയുന്ന ആ വ്യക്തിയും ഈ കുട്ടിയും തമ്മിൽ ഭയങ്കര പ്രശ്നമാണ്. സംശയം, അടി, ബഹളം, അങ്ങനെ ഭയങ്കര എല്ലാ രീതിയിലും ഡിവോഴ്സിന്റെ വക്കിൽ വരെ എത്തിയതാണ്. ഓരോ നിൽക്കുന്ന ഓരോ കുട്ടികൾക്കും ഈ രമ്യയോട് തിരക്കി കഴിഞ്ഞാൽ നമ്മളെ പറ്റി പറയാൻ ഇഷ്ടംപോലെ കാര്യങ്ങളാണ്. അവിടെ നിന്നിട്ടുള്ള എല്ലാ കുട്ടികൾക്കും ഇവരെ പറ്റി പറയാൻ 100 കാര്യങ്ങൾ. ഇതൊക്കെ കേരളത്തിൻ്റെ ഇത്രയും ബഹുമാന്യനായ ഡെപ്യൂട്ടി സ്പീക്കർ അദ്ദേഹം കേൾക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാനിതിവിടെ പ്ലേ ചെയ്യുന്നത്. കാരണം ഇതെല്ലാം സാർ അഡ്രസ്സ് ചെയ്യണം, മനസ്സിലായോ? അവിടെ നടക്കുന്ന വിഷയങ്ങൾ 18 വയസ്സ് തികയാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ഈ കുട്ടികളെ എന്ത് ചെയ്യാൻ. അവിടെ കല്യാണം ഒരുക്കി പിടിച്ച് നിർത്തും, കല്യാണം കഴിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടികൾ നോക്കുന്നു. പല പല കാര്യങ്ങളാണ് സാർ നടന്നുകൊണ്ടിരിക്കുന്നത് അവിടെ. ഇത് മാത്രമല്ല, ഒരു വോയിസ് ഞാനിവിടെ പ്ലേ ചെയ്യാം. ഓക്കെ, വോയിസ് കൂടി നിങ്ങളൊന്ന് കേൾക്കണം. രശ്മിയുടെ അച്ഛനാ? ലക്ഷ്മി ഉണ്ടോ അവിടെ? രശ്മി മരിച്ചുപോയി 3 വർഷമായി. എങ്ങനെ രശ്മി മരിച്ച അറിയില്ലേ? ഇല്ല. അടൂരാണ്. അവിടെ നിന്ന് അവിടെ വിട്ടതാ. ഞങ്ങൾ കോട്ടയത്തായിരുന്നു മെഡിക്കൽ കോളേജിൽ. അവിടെ നിന്ന് പിന്നെ അസുഖം ജീവമാതാക്കാർ കൊണ്ടുപോയി. ജീവമാതയിൽ കൊണ്ടുവന്നിട്ട് അവിടെ പെണ്ണുങ്ങൾ മാത്രമേ ഉണ്ടല്ലോ, അവർ കുഞ്ഞിനെ നോക്കിയിരുന്നില്ല. അവിടെ കണ്ട വീഡിയോ ചോദിച്ചു. പിന്നെ അസുഖമായിട്ട് ഞാനപ്പോൾ വീട്ടിൽ വന്നായിരുന്നു. വീട്ടിൽ നിന്ന് വന്നിട്ട് അവിടെ നിന്ന് വാങ്ങി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി 10 ദിവസം ബ്ലഡൊന്നും ഇല്ലായിരുന്നു. 10 ദിവസം കിടന്നു. പിന്നെ വീട്ടിൽ വന്നു മരിച്ചു 10 ദിവസം കഴിഞ്ഞു. എനിക്ക് ഈശ്വര, ഈ ഓണമാകുമ്പോൾ 3 വർഷമാവും. ഞാൻ ആ കുട്ടിക്ക് കൂടി വേണ്ടിയാണ് ഈ കേസ് കൊടുത്തത്. ത്യാഗവതിയായ മമ്മി ഗിരിജേൻ്റെ നോട്ടം, അതിൻ്റെ ഒരു ഊക്കാണ് ഇപ്പോൾ ആ കേട്ടത്. ഇവർക്കെതിരെ കേസ് കൊടുത്തൊരു ലേഡി, കേസ് കൊടുക്കാൻ തന്നെ ഒരു പ്രൈം റീസൺ എന്ന് പറയുന്നത് അവർക്ക് അറിയുന്ന ഒരു വ്യക്തി അവിടെ ഇൻമേറ്റ് ആയിട്ടുണ്ട് എന്നുള്ളൊരു കാരണമായിരുന്നു. ഇപ്പം അവരില്ല, അവർ പോയി. ഓക്കെ, നേരത്തെ നിന്നൊരു അന്തേവാസിയാണ്. അതുപോലെ തന്നെ ഞാൻ സ്റ്റാഫായിട്ട് നിന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെയുള്ള പരിഗണനകളൊന്നും കിട്ടിയിട്ടില്ല. ഞാൻ അന്തേവാസിയായിട്ട് തന്നെയാണ് കണ്ടത്. പിന്നെ രജിസ്റ്ററിനകത്ത് സ്റ്റാഫ് എന്നുള്ള ഒരു പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞാൻ ഒരു ദിവസത്തെ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് വന്നത്. എനിക്ക് അടി കിട്ടിയിട്ടുണ്ടായിരുന്നു അവിടുന്ന്. അതിൻ്റെ കാരണം പറയാനാണ് ഞാൻ വന്നത്. അതായത് അന്നേ ദിവസം വൈകിട്ട് പിന്നെ ഒരു 7-7:30 മണിയായി കാണും. 7:30 മണിയൊക്കെ ആയപ്പോഴത്തേന് അമ്മമാർക്കും മക്കൾക്കൊക്കെ ചോറ് കൊടുത്തിട്ട് മാഡം വന്നിട്ടുണ്ടായിരുന്നു. സാധാരണഗതിയിൽ ആ സമയത്തോട്ടൊന്നും അന്നദാനപ്പന്തലിലോട്ടോ അടുക്കളയിലോട്ടോ വരാറില്ല. വന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതുപോലെ നേരത്തെ കയറി പോയിക്കോ, നിങ്ങൾ രാവിലെ വിട്ട് കഷ്ടപ്പെടുന്നതല്ലേ, നേരത്തെ പോയി കിടന്നോന്ന്. അപ്പോൾ പതിവില്ലാത്തൊരു സ്നേഹമായിരുന്നു അന്നേരം കാണിച്ചത്. അപ്പം ഞങ്ങൾ കുറച്ച് പിള്ളേർ ഞാനും ഒക്കെ ഉണ്ട്. പിള്ളേരുടെ പേര് ഞാൻ പറയുന്നില്ല, ചൈൽഡ് വെൽഫെയറിൻ്റെ പിള്ളേരായിരുന്നു അന്നത്. പക്ഷേ ഇപ്പോൾ അവരെവിടെയെങ്കിലും സമാധാനമായിട്ട് ജീവിക്കുവോ അല്ലെങ്കിൽ ജോലിയിലൊക്കെ ആയിരിക്കാം. അതുകൊണ്ട് ഞാൻ ആരുടെയും പേര് പറയുന്നില്ല. അന്ന് കുറച്ച് കുട്ടികളുണ്ടായിരുന്നു കൂടെ. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് ഇതെല്ലാം കൊടുത്തിട്ട് ഞങ്ങൾ മുറിയിലോട്ട് പോകുമായിരുന്നു. അപ്പോൾ മുറി പോകുന്നതിന് മുന്നേ ഞങ്ങൾ ക്യാമറ നോക്കും. ക്യാമറ നോക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ക്യാമറ നോക്കുന്നത്. ക്യാമറയുടെ ഓൺ ആണെങ്കിൽ ഞങ്ങൾ അവിടെ നിന്ന് കഴിക്കത്തില്ല, ഓഫ് ആണെങ്കിൽ അവിടെ നിന്ന് കഴിക്കുകയുള്ളൂ. അങ്ങനെ ഞങ്ങളകത്ത് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരത്തെ തന്നെ അകത്ത് കയറിയിട്ട് ഉറങ്ങാൻ സമയമായിട്ടില്ലാത്തതുകൊണ്ട് കുറേ നേരം സംസാരിച്ചപ്പോഴാണ് പിന്നെ ഒരു 9 മണിയൊക്കെ ആയി കാണും. ഒരു 9 മണിയൊക്കെ ആയപ്പോഴത്തേക്കിന് അതിന് മുമ്പേ തന്നെ ഗ്രില്ലൊക്കെ പൂട്ടാൻ പറഞ്ഞ എന്നോട് ഗ്രില്ലൊക്കെ പൂട്ടിയിട്ട് ഞങ്ങളകത്ത്
അപ്പോൾ 9 മണിയൊക്കെ ആയപ്പോഴത്തേക്കിന് വന്നിട്ട് പിന്നെ ഞങ്ങൾക്കൊരു സംശയം, ഞങ്ങളിങ്ങനെ അവിടെ ഇരുന്ന സമയത്ത് ഞങ്ങൾക്കൊരു സംശയം, ഒരു കൈ വന്നിട്ട് 2ാമത്തെ നിലയാണ്, തൊട്ട് ഈ ചിൽഡ്രൻസ് ഹോം പൂട്ടുന്നതിൻ്റെ തൊട്ട് ഫ്രണ്ടിലത്തെ കെട്ടിടം, അപ്പോൾ 2ാമത്തെ നിലയാണ്. അപ്പോൾ അവിടെ ഒരു ആണിൻ്റെ കൈ വന്നിട്ട് ഞങ്ങളിങ്ങനെ നോക്കിയപ്പം മുകളിലത്തെ റൂമിലെ ജനലിൻ്റെ കതക് ഒരു വാച്ച് കെട്ടിയ കൈ വന്ന് അടയ്ക്കുന്നത് കണ്ടു. അപ്പം അവിടെ ആണുങ്ങൾ ആരും ഇല്ല, ഉണ്ണിയൊന്നും അവിടെ ഇല്ലാത്ത സമയം. അങ്ങനെ ഞങ്ങൾക്കൊരു സംശയം തോന്നിയിട്ട് ഞങ്ങൾ കുറച്ച് പിള്ളേരും ഉണ്ട് കൂടെ. അങ്ങനെ നോക്കിയപ്പം അതിനകത്ത് ആളുണ്ട്. അപ്പം ക്യാമറ ഓഫ് ആയതുകൊണ്ട് ധൈര്യമായിട്ട് തന്നെ ഞങ്ങൾ കുറച്ച് പേര് ഇതിൻ്റെ മണ്ടയ്ക്ക് കയറി. ഇപ്പുറത്തെ കെട്ടിടത്തിൻ്റെ സ്റ്റെപ്പ് ഉണ്ടായിരുന്നു, സ്റ്റെപ്പിൽ കൂടെ കയറി ഈ കെട്ടിടത്തിൻ്റെ മണ്ടവശം കാണാൻ പറ്റും. അപ്പം അതിലൊരു ആണുണ്ടായിരുന്നു. അത് ഈ പറയാൻ പറ്റാത്ത രീതിയിലാണ് അവിടുത്തെ പരിപാടികൾ നടന്നുകൊണ്ടിരുന്നത് ആ സമയത്ത്. പക്ഷെ അതൊക്കെ കണ്ടു കഴിഞ്ഞു. നേരം വെളുത്ത് ഒരു 5 മണി ആയപ്പോഴത്തേക്കാണ് ആളിനെ പറഞ്ഞു വിട്ടതും ഒക്കെ. അപ്പം ഇതിൻ്റെ കംപ്ലീറ്റ് വീഡിയോ നിങ്ങൾക്ക് ഷെഫീന ബീവിയുടെ ചാനലിൽ കയറിയാൽ കാണാൻ പറ്റും. ഞാനിതവിടെ കംപ്ലീറ്റ് വെക്കുന്നില്ല, കാരണം അത്രയും നല്ല പ്രവൃത്തികൾ ആണ് അവിടെ കണ്ടത് എന്നാണ് ആ കുട്ടി പറയുന്നത്. പുണ്യവതിയായ മദർ തെരേസ അവാർഡിന് പോലും അർഹയായ, പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി ജീവിതം മാറ്റിവെച്ച മമ്മി ഗിരിജ. ഡെപ്യൂട്ടി സ്പീക്കറുടെ വാക്കുകളാണ്. ഭർത്താവ് മരിച്ചതിന് ശേഷം, ഭർത്താവ് മരിച്ചതാണോ ഭർത്താവിനെ കൊന്നതാണോ സാർ? അപ്പോൾ കേരളത്തിൻ്റെ എത്രയും ബഹുമാന്യനായ ഡെപ്യൂട്ടി സ്പീക്കർ സാർ ഇതിന് കൃത്യമായൊരു മറുപടി ചിറ്റയം ഗോപകുമാർ സാർ നൽകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇത്രയും വലിയൊരു അലിഗേഷൻ, ഒരു കേസ് എല്ലാം നടക്കുമ്പോഴും സാറ് മൗനം പാലിക്കില്ല എന്ന് ഒരു പ്രതീക്ഷ എനിക്കുണ്ട്. ആ പ്രതീക്ഷ വെച്ചുകൊണ്ട് തന്നെ ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. ലെറ്റ്സ് സീ വാട്ട് ഹാപ്പൻസ്.